ഫസലിനെ കൊന്നതിനാണ് കാരായി രാജന് തലശ്ശേരിയിൽ സീറ്റ് നൽകിയത്. ഫസലിനെ കൊന്നതിന് മാത്രമാണോ കാരായി രാജന് സീറ്റ് നൽകിയത്? അല്ല. ഫസലിനെ കൊല്ലുകയും അത് കഴിഞ്ഞിട്ട് അത് ഒരു കമ്മ്യൂണൽ കലാപമാക്കി മാറ്റാൻ നടത്തിയ ശ്രമത്തിനുമുള്ള അംഗീകാരമായിട്ടാണ് കാരായി രാജന് CPM തലശ്ശേരിയിൽ സീറ്റ് നൽകിയത്. എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിംഗ് സീറ്റ്. എന്തിന്? വർഷങ്ങളോളം ഫസലിനെ കൊന്നതിൻ്റെ കാരണം എന്താ? പാർട്ടി പറഞ്ഞു രാജനോട് ഫസലിനെ കൊല്ലാൻ, ഫസലിനെ കൊന്നു. കലാപമുണ്ടാക്കാൻ പറഞ്ഞു, കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തി. അതിന് ജയിലിൽ പോയി, വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുള്ള പ്രതിഫലമായിട്ടാണ് തലശ്ശേരിയിൽ മത്സരിപ്പിക്കുന്നത്, അല്ലേ? അപ്പം ഞാൻ ഒരൊറ്റൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള രണ്ട് ചിത്രങ്ങൾ, ഈ പറയുന്ന കാരായി രാജൻ എവിടെയാ വന്നിരിക്കുന്നത്? ആരെയാ കാണുന്നത്? ഇച്ചിരി ഉളുപ്പ് അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇച്ചിരി മതി, കുറേയൊന്നും വേണ്ടടോ, ഇച്ചിരിയെങ്കിലും വേണ്ടേ? ഇനി ഇവർക്കൊന്നും അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇനി അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണോ എന്നും അറിയില്ല. ഇനി അറിയാഞ്ഞിട്ടാണെങ്കിൽ അത് ഈ പറയുന്ന ഹക്കീം അസ്ഹരിക്കാണെങ്കിലും ശരി, അതല്ല കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കാണെങ്കിലും ശരി, അറിയാഞ്ഞിട്ടാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക്. എന്താണത്? ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. ആ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കണം. അത് മൂപ്പരോട് ചോദിക്കണമെന്ന് പറയാനുള്ള കാരണം, അത് എവിടെ ഇരുന്ന് ചോദിക്കണം? മൂപ്പരോട് പൊതുമധ്യത്തിലൊന്നും ഇരുന്ന് ചോദിക്കരുത്. വളരെ സൗകര്യപ്രദമായിട്ട് ഞാൻ മൂപ്പരോട് ചോദിക്കണം എന്ന് പറയാൻ കാരണം, മൂപ്പര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് മൂപ്പരോട് ചോദിക്കാൻ പറഞ്ഞത്. മൂപ്പരുടെ ഏതെങ്കിലും ഇപ്പോൾ വസതിയിലോ വീട്ടിലോ വെച്ചിട്ട് വളരെ സ്വകാര്യമായിട്ട് ചോദിക്കണം. എന്താ പേരോട് മുസ്ലിയാരെ, നിങ്ങൾക്ക് CPMനെ കുറിച്ചും അവരുടെ നയങ്ങളെക്കുറിച്ചും എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്നൊന്നും ചോദിക്കണം. അത് ഞാൻ പേരോടിനോട് ചോദിക്കാൻ പറയാൻ കാരണം, പേരോട് നല്ല ബോധ്യമുണ്ടാവും. കാരണം പേരോട് താമസിക്കുന്നത് പേരോടാണ്. പേരോട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാ. നാദാപുരത്തുള്ള ആ മേഖലയിലുള്ള CPMനെ കുറിച്ച്, CPMൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കൊള്ളയെക്കുറിച്ച്, അല്ലേ? നാദാപുരത്ത് പലതവണ ചില കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ആരായിരുന്നു അതിൻ്റെയൊക്കെ പിന്നിൽ? എന്തായിരുന്നു ലക്ഷ്യം? എന്തായിരുന്നു കലാപം? മുസ്ലിം വീടുകൾ തെരഞ്ഞു പിടിച്ചിട്ട് ആരാ കലാപം നടത്തിയത്? സംഘപരിവാറുകാരാണോ? അല്ല. നാദാപുരത്തെ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ക്രിമിനൽ തെമ്മാടികൾ മുസ്ലിം വീടുകൾ തെരഞ്ഞു പിടിക്കുക, കൊള്ളയടിക്കുക. കൊള്ളയടിച്ചിട്ട് തീ വെക്കുക, നശിപ്പിക്കുക, അങ്ങനെ പലതും ചെയ്തത്. അത്രയും ആരാണ്? കമ്മ്യൂണിസ്റ്റ് കാബാലികരാണ്, തെമ്മാടികളാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ പേരോടിനോട് ചോദിക്കാൻ പറഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹക്കീം അസ്ഹരിയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമൊക്കെ സ്വീകരിച്ചാനയിച്ച് ഈ പറയുന്ന അനുഗ്രഹങ്ങൾ നൽകി വിടുന്നത് ആരെയാ? കാരായി രാജനെ സ്വീകരിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്നത് കാരായി രാജനെയാ. എന്ന് പറഞ്ഞാൽ ഫസലിനെ കൊന്ന കൊലയാളിയെ. കാരായി രാജന് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാവാനുള്ള യോഗ്യത എന്തായിരുന്നു? ഫസലിനെ കൊന്നു, ആ കൊലയാളിയാണ് എന്നുള്ളത് തന്നെയാ കാരായി രാജന്റെ യോഗ്യതയായിട്ട് CPM കണക്കാക്കിയത്. ആ കാരായി രാജനെയാണ് ഹക്കീം അസ്ഹരിയെ പോലെയുള്ള അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ സ്വീകരിച്ച് അനുഗ്രഹിച്ച് വിടുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇച്ചിരി ഉളുപ്പ്, ഇച്ചിരി മതിയടോ. അതുണ്ടാവണമായിരുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു കാര്യം തന്നെയോ, എനിക്ക് വലിയ ഭയം തോന്നുകയാ. നാളെ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേ പറയുന്ന തലശ്ശേരിയിൽ നിന്ന്, കുറ്റ്യാടിയിൽ നിന്ന്, നാദാപുരത്ത് നിന്ന്, വടകരയിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന്, പയ്യന്നൂരിൽ നിന്ന്, തളിപ്പറമ്പിൽ നിന്ന്, കൂത്തുപറമ്പിൽ നിന്ന്, പേരാമ്പ്രയിൽ നിന്ന്, കൊയിലാണ്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ
ഇവർ പാർട്ടി ഗ്രാമങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ഈ ഏരിയകളിൽ നിന്നൊക്കെ നാളെ കിർമാണി മനോജ്, കൊടി സുനി, മുഹമ്മദ് ഷാഫി തുടങ്ങിയ ക്രിമിനലുകൾ സ്ഥാനാർത്ഥിയാവുന്നത് നമുക്ക് കാണേണ്ടി വരുമോ എന്നുള്ള ഭയമാണ് എൻ്റെ ഉള്ളില്. ആ സമയത്ത് അവരെയും അനുഗ്രഹിക്കാൻ ഇതേ കാന്തപുരവും ഇതേ ഹക്കീം അസരിയും ഉണ്ടാകൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇച്ചിരി ഉളുപ്പ്. ഞാൻ പല വാക്കുകളും എൻ്റെ വായിൽ വരുന്നുണ്ട്, ഞാനത് ഉപയോഗിക്കാത്തത് ഒന്ന് രണ്ട് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, തലക്കെട്ട് കെട്ടിയവന്മാരാണ് എന്നുള്ളൊരു പരിഗണന. ആ തലക്കെട്ട് കെട്ടിയവന്മാരാണെന്നുള്ള പരിഗണന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പല വാക്കുകളും ഉപയോഗിക്കുന്നില്ല. എന്നിട്ടും പറയാണ് ഇച്ചിരി ഉളുപ്പ്. അതുണ്ടാവണ്ടേ? അതും ഈ റമദാനിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫസലിനെ ഇനി വെട്ടി വീഴ്ത്തിയത് എപ്പോഴാ? മറന്നുപോയോ ഹക്കീം അസരി? മറന്നുപോയോ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാര്? കാല് നക്കേണ്ട ഗതികേടിലേക്ക് ഏതവന്റെയും ഏത് പോക്കൃത്തക്കാരനും ഏത് ക്രിമിനൽ തെമ്മാടിയും വന്നു നിന്നാൽ അവന്റെ കാല് നക്കേണ്ട ഗതികേടിലേക്ക് ഹക്കീം അസരിയും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാരണം എന്താ? മക്കളെ, ഇതല്ലേ അധപ്പതനം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം CPM-ന്റെ കാരായി രാജനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ വലിയ വിമർശനങ്ങളും വലിയ ചർച്ചകളും തുറന്നു വിടുമ്പോൾ ആ കാരായി രാജനെ സ്വീകരിച്ച് ആനയിക്കുകയാണ് ഹക്കീം അസരിയും അബൂബക്കർ മുസ്ലിയാരും. അധപ്പതനം എന്ന് പറഞ്ഞാൽ ഇതിനും വലിയ അധപ്പതനമുണ്ടോ? തലക്കെട്ട് കെട്ടിയിട്ട് എന്താ പ്രശ്നം എന്നറിയോ? സംഭവം വേഷവും വിധാനങ്ങളും താടിയുമൊക്കെ തലപ്പാവുമൊക്കെ അത് ചില സ്ട്രാറ്റജികളാ. എന്തിനുള്ള സ്ട്രാറ്റജി? പണമുണ്ടാക്കാനുള്ള സ്ട്രാറ്റജി, സ്വന്തം ബിസിനസ്സിനെ തഴച്ച് പന്തലിപ്പിക്കുവാനുള്ള സ്ട്രാറ്റജി. അതിനുള്ളൊരു മാധ്യമമാണ് ഈ തലക്കെട്ടും ഈ താടിയും ഈ തലപ്പാവും. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ബിസിനസ്. അതുകൊണ്ടാണ് എല്ലാവൻ്റെയും വരുന്നവൻ്റെ ഒക്കെ കാല് നക്കേണ്ട ഗതികേടിലേക്ക് ഈ പറയുന്ന ആളുകൾ അധപ്പതിക്കാനുള്ള കാരണം അല്ലേ? ഇതുപോലെയുള്ള ഒരു കാല് നക്കൾ നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടില്ലേ? ഡൽഹിയിൽ കണ്ടില്ലായിരുന്നോ? എന്തുകൊണ്ടാ? എന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞത് കളവാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി, ഇവിടുത്തെ മുസ്ലിമിൻ്റെ സാഹചര്യം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കളവ് പറഞ്ഞതാണ് എന്ന് പറയാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് പറയുന്നത് എവിടെയാ? എത്ര വളരെ കൃത്യമായിട്ട് അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ നോക്ക്. ദേശീയ മാധ്യമത്തിൽ നിന്നുകൊണ്ട് കാല് നക്കുക. ആരുടെ കാല്? ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കിയവൻ്റെ കാല് നക്കുക ദേശീയ മാധ്യമത്തിൽ. അവിടുന്ന് കഴിഞ്ഞ് കേരളത്തിലെത്തിയാലോ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാ ഞാൻ നുണ പറഞ്ഞതാണ്. ഇപ്പം രണ്ട് കാര്യം കിട്ടി. കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചെയ്ത് മോദിയുടെ കണ്ണിലും പൊടിയിട്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ? അപ്പോൾ ദേശീയ മാധ്യമത്തിൽ പറഞ്ഞത് ഇന്ത്യ ഒന്നാകെ ചർച്ചയായി. കേരളത്തിൽ പറഞ്ഞത് കേരളത്തിൽ മാത്രമേ ചർച്ചയാവുകയുള്ളൂ. കേരളത്തിൻ്റെ പുറത്തേക്ക് ആർക്കും അതറിയില്ല, ആരും അത് ശ്രദ്ധിക്കാനും പോകുന്നില്ല. അപ്പം എന്തായി? മോദിയെ തൃപ്തിപ്പെടുത്തി അവിടെ പോയിട്ട് കാല് നക്കിയിട്ട് വന്നു അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ അധപ്പതനം എന്താ കാരണം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഏത് പൊസിഷനിലിരുന്നാലും, എത്രയൊക്കെ ബാങ്ക് ബാലൻസ് ഉണ്ടായാലും, എത്രയൊക്കെ ബിസിനസ് ഉണ്ടായാലും, മുഖം കെടുത്തണേ എന്ന് ആരാ പറഞ്ഞേ? അറിയോ നിങ്ങൾക്ക്? അറിയടോ നിങ്ങൾക്ക്? അറിയോ ആരാ പറഞ്ഞേ? എന്നാ പറഞ്ഞാ നിങ്ങൾ. ഞാൻ പറയണില്ല ആരാ പറഞ്ഞതെന്ന്. വാഴക്കാട്ട മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ആ മഹാന്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തി. ഹറാമ് ചെയ്യാത്തതെന്നല്ല പറയുന്നത്, മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തി. ഞാൻ പറയണതല്ല,
ആര് പറയുന്നതാ? വാഴക്കാട്ടുകാർ പറയുന്നതാ. എന്തുകൊണ്ട് പറയുന്നതാ? വാഴക്കാട്ടുകാർ കണ്ട് അനുഭവിച്ചത് കൊണ്ട് അവരുടെ സാക്ഷ്യപത്രമാ. അവർ കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തി. ആ മഹാന് പറഞ്ഞു എന്ത്? മുഖം കെടുത്തണമെന്ന്. ഇനി ഇതിലും വലിയ മുഖം കെടാനുണ്ടോ? ഫേഷ്യൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? മേക്കപ്പ് ഇട്ടിട്ട് കാര്യമുണ്ടോ? കേവി കളഞ്ഞാ പോകൂലേ? പറയുന്ന മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? മേക്കപ്പ് കുറെ വാരി പൊത്തിയത് കൊണ്ട്, ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ടും വല്ല കാര്യമുണ്ടോ? ഇത് കഴുകിയാൽ അതങ്ങ് ഒലിച്ചു പോകും, നനഞ്ഞാൽ അതങ്ങോട്ട് ഒലിച്ചു പോകും. ഇതല്ലേ അവസ്ഥ. ബാങ്ക് ബാലൻസ് ഉണ്ടായത് കൊണ്ട്, അത്തറ് പൂശിയത് കൊണ്ട്, താടി ഉള്ളത് കൊണ്ട്, മെർസിഡസ് ബെൻസ് ഉള്ളത് കൊണ്ട്, സിറ്റികൾ ഉള്ളത് കൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്താ കാര്യം? കാര്യം അന്ന് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ മുഖം കെടുത്തണേ എന്ന് കണ്ടുകൊണ്ടിരിക്കല്ലേ കൊലയാളിയെ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുക. അതിലെക്കാളും വലിയ ഒരു കൊലയാളി. അപ്പൊ ഇതിലൊക്കെ പല ന്യായീകരണങ്ങളുണ്ടല്ലോ. ഇതേ അസരി പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്ന് ഓർക്കുക. ഉത്തരേന്ത്യയിൽ അവർ നിസ്കരിക്കാത്തത് കൊണ്ട്, ഈമാനില്ലാത്തത് കൊണ്ടാണ് അവർ ആക്രമിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പം ഈ സുബഹി നിസ്കരിക്കാൻ പോയ ഫസലിനെ വെട്ടിക്കൊന്നത് എന്തുകൊണ്ടാണ് മുസ്ലിയാരെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ആ സുബഹി നിസ്കരിക്കാൻ പോയ ഫസലിനെ വെട്ടിക്കൊന്ന കാരായി രാജനെ ഇങ്ങനെ അനുഗ്രഹിച്ചു വിടാൻ ഈ ചിരി ഉടുപ്പ് വേണ്ടേ മുസ്ലിയാരെ? വേണ്ടേ? അതുണ്ടാവൂല. എന്താ കാര്യം? കണ്ണിയത്തെന്ന് പറയുന്ന മഹാൻ പറഞ്ഞതാ മുഖം കെടുത്തണേ എന്ന്. അതിങ്ങനെ കെട്ടുകൊണ്ടേയിരിക്കും. എത്ര ഫേഷ്യൽ ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ? അത് കണ്ണിയത്തെന്ന് പറയുന്ന മഹാന്റെ നാവിൽ നിന്ന് വന്നു പോയതാ. അത് പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അത് തന്നെ കാര്യം. ഇനി എന്താ വഴി? വഴി വേറൊന്നുമില്ല. വാഴക്കാട്ട മക്കാമിൽ ചെന്നിട്ട് ഒന്ന് പൊട്ടിക്കറിയ. എന്തല്ലേ ഇങ്ങനെ കാല് നക്കേണ്ട ഗതികേടിലേക്ക്. ചിരി ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ചെയ്യോ ഇതൊക്കെ? അപ്പോ ഉറപ്പല്ലേ ലക്ഷ്യം ദീനല്ല, ലക്ഷ്യം ഉമ്മത്തല്ല, മറിച്ച് ലക്ഷ്യം മെർസിഡസ് ബെൻസ് ആണ്, ജി വാഗൺ ആണ്, റോൾസ് റോയൽസ് ആണ്. അതിനപ്പുറത്തേക്ക് ബാങ്ക് ബാലൻസ് ആണ്. അതിനപ്പുറത്തേക്ക് അസമിലും ബംഗാളിലും ഒക്കെ തുടങ്ങാൻ പോകുന്ന, കേരളത്തിലെ തുടങ്ങി വെച്ച ബിസിനസ്സുകളും അസമിലും ബംഗാളിലും തുടങ്ങാൻ പോകുന്ന ബിസിനസ്സുകളുമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കാല് നക്കേണ്ട ഗതികേടിലേക്ക് അതപ്പതിച്ചിരിക്കുന്നത്.